ഇവിടെ ആരെ കാണില്ല. പോത്തിനെ കെട്ടണ ഗോപാലയും കാണില്ല. എന്നാലേ എന്റെ 5-ാം വാർഡിലെ കാര്യം ഞാൻ പറഞ്ഞിരിക്കും. പ്രിയമുള്ളവരെ, 5-ാം വാർഡിലെ കഞ്ഞിക്കുഴിപ്പറമ്പിൽ വാസുവിന്റെ ഭാര്യ ശാന്ത പതുക്കെ ഒന്ന് ഗർഭിണിയായി. ഈ സന്തോഷ വാർത്ത മുഴുവൻ വോട്ടർമാരെയും സസന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കഞ്ഞിക്കുഴിപ്പറമ്പിൽ വാസുവിന്റെ ഭാര്യ ഗർഭിണിയായേ. അച്ഛാ, ഇവിടെ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ മോനെ? ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എടാ, സംഭവിച്ചു പോയി. നിങ്ങക്ക് നാണില്ല എന്നോട് അത് പറയാൻ? സംഭവിച്ചു പോയിന്ന് നിങ്ങ എന്നെ കുറിച്ച് ചിന്തിച്ച, എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച? മനുഷ്യനാകെ നാണം കിട്ടി. മോനെ, ആ സമയത്ത് അച്ഛനെ അതൊന്നും ചിന്തിക്കാനുള്ള നേരം കിട്ടിയില്ല. നെഞ്ചത്ത് തീ പിടിച്ചിരിക്കുമ്പോ ഒരുമാതിരി പുഴുങ്ങിയ വർത്താനം പറയരുതട്ടാ. ഒരു പുഴുങ്ങിയ തന്ത. മോനെ, അമ്മയുടെ മോനെ, വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കണില്ലേ? ഇത് അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. അല്ലേ, എന്റെ പായിലിരിക്കണേക്കണം. അവിടെ നീങ്ങുന്ന ദാസന്റെ മോളല്ലേ? മോളെ, ക്ലാസ്സിൽ പോയിട്ട് വരണോ? വക്കീലായ? ഇല്ല, 1 വർഷം കൂടി. വക്കീലായിട്ട് ഇനി എന്താ കാര്യം? കൊള്ളമാനം പോയില്ലേ? എന്താ മെമ്പർ അങ്ങനെ പറഞ്ഞേ? അറിഞ്ഞില്ലേ? ഇല്ല. മെമ്പർ പറഞ്ഞത് സത്യാണോ? ശരിയാന്ന്. നാരായണ നാരായണ. അഖില. ഹലോ ടിക്കേട്ടാ, എവിടെയാണ്? എന്ത്? എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ ആ പാലത്തിന്റെ അവിടെ ഉണ്ട്. ഞാൻ ദേ വരുന്നു. ശരി, 2 ഞാൻ ബാക്കി വന്നിട്ട് തരാട്ടാ. എടി, അവന്റെ പോക്ക് കണ്ടിട്ട് പ്രശ്നമാവെന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്യോടി? അച്ഛാ, അമ്മ, എന്തായാലും സംഭവിച്ചില്ലേ? വിഷമിക്കണ്ട. ടിക്കേട്ടാ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? ശരിയാണ്. ഞാനിനി നാട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും? പോട്ടെ, എന്റെ കൂട്ടുകാരികളുടെ മുഖത്ത് എങ്ങനെ നോക്കും? വീട്ടില് കല്യാണം ഒരുവിധ അമ്മ സമ്മതിച്ചു വന്നതായിരുന്നു. ഇനി ഞാൻ അവരോട് എന്ത് പറയും? നിന്റെ പറച്ചിലിട്ട് ഞാൻ എന്തോ തെറ്റ് ചെയ്ത് കൂട്ടാനല്ല. ഒരു കാര്യം പറഞ്ഞു. ടിക്കേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് 2 ആൾക്കും കൂടി അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അത് അങ്ങോട്ട് ഒഴിവാക്കാനുള്ള രീതി നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടി അത് ബാധിക്കില്ല. നീ കൈയെടുത്തേ. നീ എന്താ പറഞ്ഞേ? ഇന്നലെ നാളെ നീ ഒരു കുഞ്ഞിന്റെ അമ്മാവേണ്ടി വരും. പൊന്നുകൊണ്ട് തുലാഭാരം നടത്തണമെന്നാ പോലൂല്ലേ? ആ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കൂല. അതെന്റെ ചോരയടി. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ ചേട്ടൻ ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ പോണു. അഖില, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ ലോകത്തെ നീ മാത്രമല്ല കേട്ട പെണ്ണ്. ചേട്ടാ, ബീൻസ് എന്ത് വിലയാ? 80 രൂപ. 80 രൂപയാ. തക്കാളി എന്ത് വിലയാ? 50. കോളിഫ്ലവറാ? 50 തന്നെ. എന്തിനെല്ലാത്തിനും ഭയങ്കര വിലയാണല്ലോ. പുറത്ത് ഭയങ്കര ചൂട്. നിങ്ങളുടെ പച്ചക്കറിക്ക് അതിനേലും വലിയ വില. വേണ്ടേ? മുരിങ്ങാക്കോല് സ്ഥിരം തിന്ന ഒരു വീട്ടിലെ കഥയൊന്നും അറിഞ്ഞില്ലേ? അറിയില്ലല്ലോ. അപ്പൊ മെമ്പർ ഈ വഴിയൊന്നും വന്നില്ല അല്ലേ?
ആ നിന്റെ കുരിഷ്ട സ്വഭാവം നമ്മൾ എടുക്കാണ്ട് നിനക്ക് വേണ്ട പച്ചക്കറി മേടിച്ചടി. ചേട്ടാ എന്നാ കോവയ്ക്ക് എടുക്കട്ടെ 1 കിലോ. 1 കിലോ ചേട്ടാ എന്നാ ഒരു 1/2 കിലോ കോവയ്ക്ക് എടുത്തോ. ആരാ വന്നേന്ന് നോക്കിയേ, നാണമില്ലാണ്ട് ഇറങ്ങി നടക്കണ്. വാസു വാസു എന്താണ് വാസു ഇങ്ങനെ എത്ര തിരക്ക് പിടിച്ച് പോണ്? അവളെ സ്വഭാവം വാസുവിന് അറിയാലോ. ഒന്നും സാരമില്ലടാ, നമ്മളൊക്കെ ഇത് എത്ര കണ്ടതാണ്. വാസുവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷമായി. വയസ്സുകാലത്ത് ഒരു അച്ഛനാവാന്നൊക്കെ പറഞ്ഞാല് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടി. എനിക്ക് സന്തോഷമാണുള്ളത്. അപ്പോ നമുക്ക് വൈകുന്നേരം മാനശയിൽ വെച്ച് കാണാം. ശരിയാണ്.